എൻ്റെ തൊട്ട് മുമ്പിലാണ് കേട്ടോ പർവ്വതമല. കാണിച്ചു തരാം. ഇതായിരിക്കുന്നു ആ മലയാണ് നമുക്ക് കയറേണ്ടത്. നമ്മളിപ്പോഴിതേ ഈ വഴിക്കോ കൂടി പോയിരിക്കുകയാണ്. ഇത് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് ഫോറസ്റ്റിനകത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെനിക്കൊന്നു തീർത്ഥാടകർക്ക് വേണ്ടി കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ വാട്ടർ ബോട്ടിൽ കുരങ്ങന്മാർ ചെയ്യുന്ന കേട്ടോ. കയ്യിൽ നിന്ന് തട്ടി പറിച്ചതാണ് കേട്ടോ. മൊത്തം പോയി 2 ലിറ്റർ വെള്ളം. ഇപ്പം മേലെ വെള്ളം കിട്ടുമോയെന്ന് അറിഞ്ഞൂടാ. അവറ്റകൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പാവങ്ങൾ. ഇനിയിപ്പം എനിക്ക് വെള്ളമില്ല, അതാണ് പ്രശ്നം. அவங்கள்ட்ட வந்து கிளாட்டா பண்ணி அதனால வந்த கம்ப்ளைண்ட் நாங்களாக கொடுத்த கம்ப்ளைண்ட் தான் அவன் பண்ணான். இல்லைன்னா பண்ணிட முடியாது. வாடா ராத்திரி 12 மணிக்கு 1 மணிக்கு வந்து ஏய் ஏய் என்ன 40 ரூபா ஆர்டர் பண்ண, என்ன 10 ரூபா பிஸ்கெட் 20 ரூபா அப்படின்னு சொல்லிட்டு நான் இவ்வளோ மாரி போயிடும். இவ்வளோ மாரி கலவணி போயிடும். கேட்டானா சரி போடா அப்படின்னு சொல்லிட்டு அனுப்பிச்சு விட்டாங்க. ஒன்று ஒன்றா போட்டு நம்பர் போட்டு എന്താ വ്യൂ എന്ന് അറിയോ? നമ്മൾ വന്ന തേന്മതിമംഗലം ആ ഭാഗമാണ് കേട്ടോ. അത് അടിവാരം ആ ഭാഗത്തൂടെയാണ് നമ്മൾ കയറി വന്നത്, അടിവാരത്ത് നിന്ന്. ഇനി കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് ടോപ്പിലേക്ക്. അതെ, അതാണ് പർവ്വതമല. പർവ്വതമലയിലെ ഏറ്റവും മേലെയുള്ള ടോപ്പിലുള്ള ക്ഷേത്രവും നമ്മുടെ മലയും. പർവ്വതമല ട്രെക്കിങ്ങിൽ ഇത്രയൊക്കെ ദൂരം നടന്നിട്ട് എന്നെ ശരിക്കും ബോറടിപ്പിച്ചു എന്ന് പറയാം. പക്ഷെ ഇപ്പോഴാണെന്ന് ഈ ഒരു സ്ഥലം ഞാൻ ആസ്വദിക്കുന്നത്. എൻ്റെ കാഴ്ച ഉണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ കിട്ടില്ല. എന്താ ഭംഗിയെന്നറിയോ? ഇതൊരു മല. ആ മലയിലാണ് ഞാനിപ്പോൾ. ആ മലയല്ല, വേറെ മലയിലാണ്. എന്താ താഴോട്ടുള്ള കാഴ്ച ഉണ്ട് ഞങ്ങൾ. എന്താ ഭംഗിയെന്നറിയോ? അങ്ങ് ഉണ്ട് കേട്ടോ, അങ്ങ് മേലെയുണ്ടത്. സൂപ്പറാണ് കേട്ടോ, ഇത് അടിപൊളിയാണ്. അതിൻ്റെ മേലേക്ക് പോവാം കേട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് പോകണം നമുക്ക്. ഞാനിപ്പോഴും ടോപ്പിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ, ക്ഷേത്രത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ ഇരിക്കുകയാണ്. ഇത് ശരിക്കൊരു ആരാധന കേന്ദ്രമാണ് കേട്ടോ. എന്താ ഇവിടെ തീയൊക്കെ വെച്ച ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, അത് സൂപ്പറാണ് കേട്ടോ. ഒരു രക്ഷയില്ല. കോടയില്ല എന്നുള്ള ഒരൊറ്റ കുറവ് മാത്രമേ ഉള്ളൂ. അടിവാരമൊക്കെ കാണുന്നുണ്ടോ? എന്താ ഭംഗിയെന്നറിയോ? പൊളി. നമ്മൾ വെള്ളിയാങ്കരി കണ്ടതുപോലെ ഇവിടെ കോടയില്ല കേട്ടോ, കോടയില്ല. പക്ഷേ ഉള്ള കാറ്റുണ്ടല്ലോ, ഇവിടെ ലഭ്യമായിട്ടുള്ള കാറ്റുണ്ടല്ലോ, ആ സൂപ്പറാണ്. അത് മതി നമ്മുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി. ഇപ്പോഴാണ് കേട്ടോ കുറച്ച് കാറ്റൊക്കെ കിട്ടാൻ തുടങ്ങി. താഴോട്ട് തീരെ കാറ്റില്ല. ആ പാറയുടെ ഒക്കെ പൊക്കം കണ്ടത് നിങ്ങൾ, എന്ത് വലുതാണെന്നറിയോ? ഓ, അടിപൊളിയാണ്. അടിപൊളി വ്യൂ പോയിന്റ് തന്നെ, അടിപൊളി വ്യൂ പോയിന്റ്. ഇത് പൊളി, അടിപൊളിയാണ് കേട്ടോ. ഈ മലയാണ് നമുക്ക് കയറേണ്ടത്, ഈ ഒറ്റക്കൽ മല എന്നാണ് പറയട്ടെ. ആളുകൾ കയറി പോകുന്നുണ്ട്. അതുവഴി ഇറങ്ങണം, ഇതുവഴി നമുക്ക് കയറി പോകണം. ഇതുവഴിയാണ് നമുക്ക് കയറി പോകേണ്ടത്. ഈ പ്ലാസ്റ്റിക് കേട്ടോ, ഒരുപാട് പ്ലാസ്റ്റിക് കണ്ടതാ, കണ്ടില്ലേ? ഇതൊക്കെ പ്ലാസ്റ്റിക്കുകളാണ്. നമ്മുടെ വെള്ളിയാങ്കരി മലയിൽ കണ്ടതുപോലെ മലവിസർജനം നടത്തിയിട്ടില്ല, പക്ഷേ പ്ലാസ്റ്റിക് ഒരുപാടുണ്ട് ഇവിടെ. അവിടുത്തെ വ്യൂ പോയിന്റ് കാണാം നമുക്ക്. വ്യൂ പോയിന്റുകളാണ് അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മുടെ വെള്ളിയാങ്കരി മലയുടെ അത്രയും വരില്ല കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും, വ്യൂ പോയിൻ്റൊന്നും. വെള്ളിയാങ്കരി മല സൂപ്പറാണ്. അങ്ങ് അപ്പുറത്തൊരു തടാകമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴിയാണ് ഇതാ ആ ഒരു നീർച്ചാൽ പോലെ കാണുന്നത്. ഇതാ ആണല്ലേ, ആ വഴിയാണ് നമ്മൾ രാവിലെ നടന്നു വന്നത്. രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ. അത് വഴിയാണ് കേട്ടോ, അത് റോഡാണ്. ഈ ഭാഗത്തേക്ക് വരുന്ന റോഡാണ്.
അതാണ് ആ അടിവാരമൊക്കെയാണ് നമ്മുടെ തേന്മതിമംഗലം. ശരിക്കണ്ടല്ലോ, ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുന്നത്. ശരിക്കും കോടയില്ലെങ്കിലും നമുക്ക് ആസ്വദിക്കാം വ്യൂ പോയിൻ്റ്. കാരണം നല്ല ആഴത്തിലാണ്, നല്ല ഉയരത്തിലാണ് ഇവിടുത്തെ ഈ പാറ എന്ന് പറയുന്നത്. അടിപൊളി സൈറ്റാണ്, അടിപൊളി സൈറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സൈറ്റ്. പർവ്വതമല ആ പേരിനോട് നീതി പുലർത്തുന്നുണ്ട് ശരിക്കും. അതിന് മാത്രം കാഴ്ചകളാണ്. ഈ പാറ കയറിയിട്ട് വേണം നമുക്ക് മേലേക്ക് പോകാൻ. ആളുകൾ കയറുന്നുണ്ട് കേട്ടോ, 1 by 1 സ്റ്റെപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്, സ്റ്റെയർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കുത്തനെയുള്ള മല കയറിയിട്ട് വേണം നമുക്ക് പർവ്വതമലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ, ആ ക്ഷേത്രത്തിലേക്ക് എത്താൻ. ഇതാണ് ഏറ്റവും ടഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ട്രെക്കിങ്ങിൽ. ഈ കുരങ്ങുകളാണ് കേട്ടോ ശരിക്കും ഇവിടെ ഭയങ്കര ശല്യക്കാർ. എത്രയാണെന്നറിയോ, നമ്മുടെ ബാഗ് തുറക്കാൻ സമ്മതിക്കില്ല പറ്റാ. അവന് ഇരിക്കുന്നതാടാ, ഒരു പേടിയില്ല അതിന്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും കേട്ടോ. ശരിക്കുണ്ടല്ലോ ഈ സ്റ്റെയർ ഉണ്ടല്ലോ, സ്റ്റെയർ ഇല്ലെങ്കിൽ ഇതൊരു ടഫായനെ ശരിക്കും. സ്റ്റെയർ കേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കയറി ചെല്ലാം. ഇവനെനിക്ക് തീരെ വിശ്വാസമില്ല കേട്ടോ. ഒരുത്തിനും ഇവിടെ ഉണ്ട്. ഇത് എന്നെക്കാളും മുമ്പ് ഒരുത്തൻ ട്രെക്ക് ചെയ്ത് മുമ്പിലിരിക്കുന്നത്, എനിക്ക് മുമ്പിൽ എന്നെ കയറാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അവൻ എല്ലായിടത്തും കുരങ്ങുകളാണ് കേട്ടില്ലേ. അവറ്റകളൊക്കെ ഈസി ആയിട്ട് ട്രെക്ക് ചെയ്ത് പോകുന്നുണ്ട്. കവറിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് നോക്കുന്ന കേട്ടോ. നമ്മുടെ കയ്യിലൊന്നും വെച്ചേക്കില്ല കേട്ടോ, ഒരു പേടിയില്ല. എനിക്ക് നേരെ കുണ്ടി മലർത്തിയിരിക്കുന്നുണ്ട്. പകുതി കയറി കേട്ടോ, അത്ര ടഫൊന്നുമല്ല. എന്നാലും ഈ ഒരു സ്റ്റെയർ ഉണ്ടല്ലോ, ഈ ചെയിൻ ഉള്ളതുകൊണ്ട് അത്ര ടഫല്ല. എന്നിരുന്നാലും പിടിച്ച് കയറൊക്കെ ഈ കുരങ്ങന്മാരുണ്ടല്ലോ, ഇവർ ശല്യക്കാരാണ്. നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ളതൊക്കെ തട്ടിക്കൊണ്ടുപോകും. അത് മൊബൈലാണെങ്കിലും വാട്ടർ ബോട്ടിലാണെങ്കിലും എന്താണെങ്കിലും എടുത്തുകൊണ്ട് പോകും. ഇവിടുത്തെ കാഴ്ചയാണ് ഞങ്ങൾക്ക് എന്താ ഭംഗിയെന്നറിയോ. അതിനെന്തോ കഴിക്കാൻ കിട്ടി കേട്ടോ. ശരിക്കും വെള്ളത്തിന് വേണ്ടിയിട്ടോ ഈ അടിപൊട്ടി കണ്ടില്ലേ. ഒരെണ്ണത്തിന് വെള്ളം കിട്ടി, ബാക്കിയുള്ളത് കൂടി അടി കൂടുകയാണ് വെള്ളത്തിന് വേണ്ടി. ഒരെണ്ണത്തിന് എന്തോ കഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച കിട്ടില്ല, ഇത് അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല ഈ കാഴ്ച. അവിടെ അതിമനോഹരമാണ്. അയ്യോ, ഒരു പൊളി പൊളി സൂപ്പർ. നമ്മുടെ പർവ്വതമല ഉണ്ടോ, എന്താ ഭംഗിയെന്നറിയോ. ആഹാ, ഇത്രയും പൊക്കത്തിലെത്തിയിട്ടോ നമ്മൾ. അതേ അടിവാരം, നമ്മൾ കയറി വന്ന സ്റ്റെപ്പുകൾ, താഴോട്ടുള്ള കാഴ്ച ഉണ്ടോ നിങ്ങൾ, ഒരേ പൊളിയാണ് കേട്ടോ. അതെ, ആ മല കൂടി നമുക്ക് കയറാം മേലേക്ക്. താഴോട്ടുള്ള കാഴ്ച കണ്ടോ നിങ്ങൾ, അയ്യോ അടിപൊളി. அப்படியே வழி இருக்குது. அப்படி இருந்து போய் மேலே கூட ஏறலாம். ஆனால் இதோட அது டேஞ்சர். இதுவும் ஏறிடலாம். இது டேஞ்சரா? ஆமாம், இது டேஞ்சர். ஏன்னா இது நிற்க வச்சு ஏற மாதிரி இருக்கும் படி. அது நம்ம இப்படியே ஏறிடலாம். രണ്ട് വഴിയുണ്ട്. ഒന്ന് ഈ വഴി പോകാം നമുക്ക്, അതുപോലെ തന്നെ ഈ വഴിയും പോകാം കേട്ടോ. ഇത് കുറേ കൂടി ഈസിയാണ് ഈ കാണുന്നത് സ്റ്റെയർ കേസ്. ഇത് ഡേഞ്ചർ ആണെന്ന് പറയണേ. അപ്പം പോയി നോക്കാം, ഡേഞ്ചർ ആണോ അല്ലേ എന്ന് നോക്കാം. ഡേഞ്ചറാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴിക്ക് തന്നെ പോകും കേട്ടോ. എന്തുകൊണ്ടാണ് ഇവർ ഡേഞ്ചറാണ് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നോക്കാം നമുക്ക്.
കുത്തനെയുള്ള കയറ്റം എന്നാണ് എന്നോട് പറഞ്ഞത്. ആയിരിക്കാം, ആണ്. അത്രയൊന്നും ഡേഞ്ചർ അല്ല കേട്ടോ. ഇതുവഴി തന്നെ പോകാം നമുക്ക്. എല്ലാവരും ഈസി ആയിട്ട് കയറി പോകുന്നുണ്ടോ. ഇത്രയല്ലോ കേട്ടോ. ഇത് ഡേഞ്ചറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. മഴക്കാലത്ത് പോലും ഡേഞ്ചറല്ല, പിന്നെയാണ്. പിള്ളേർ കളിയാക്കുന്നില്ല പ്രായ ആളുകളെ. അത്ര ഡേഞ്ചറല്ല കേട്ടോ, ഈസി ആയിട്ട് കയറി വരാം, ഒരു പ്രശ്നമില്ല. ട്രെക്കിംഗ് ഒരിക്കലും ഡേഞ്ചറേ അല്ല കേട്ടോ. അത് ഇതുവഴി വരാം നമുക്ക്. അതാണ് നമ്മുടെ ക്ഷേത്രം. അതിന് താഴോട്ട് വലിയ കൊക്ക, അടിവാരം നമ്മുടെ തേന്മതിമംഗലം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തുടക്കത്തിൽ കണ്ട കുന്ന്, വലിയ കുന്ന്, അതൊക്കെ ഇപ്പം എത്ര ചെറുതാണെന്നറിയോ. അതിനപ്പുറത്തത് പുഴയും റോഡും എല്ലാം കാണാം കേട്ടോ. ഇതാണ് ക്ഷേത്രത്തിൽ പോകുന്ന സ്റ്റെപ്പുകൾ. ഏറ്റവും മുകളിലേക്ക് കയറി വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഗോപുരം കാര്യങ്ങൾ കാണാം. ഗോപുരം സൂപ്പർ കേട്ടോ. ഇതൊക്കെ ഇവിടെ പണിതവർ സൂപ്പറാണ്, പണിക്കാർ. കുരങ്ങുകളുണ്ടോ, ഒരു പേടിയില്ല കേട്ടോ. പർവ്വതമലയിൽ കയറാനും ഇറങ്ങാനായിട്ട് 2 വഴികളുണ്ട്. അതിൽ കയറുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ കുരങ്ങുകൾ ശല്യം ചെയ്യുകയാണ് കേട്ടോ, അല്ലാതെ ട്രെക്കിങ്ങിലുള്ള ഡേഞ്ചറല്ല. ഞാൻ ഇതിൻ്റെ ടോപ്പിലാണ് ഇപ്പോഴും. അപ്പോൾ കുരങ്ങുകളുടെ ശല്യമാണ്. കുരങ്ങുകൾ നമ്മളെ ഭാഗം കാര്യങ്ങളൊക്കെ തുറക്കുകയാണ്. നമ്മുടെ മുകളിൽ കയറി നിന്ന് തുറന്ന് അതിനകത്തുള്ള സാധനങ്ങൾ, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോവുകയാണ്. ഭയങ്കര ശല്യമാണ്. അത് 1-2 കുരങ്ങുകളല്ല, ഒരുപാട് കുരങ്ങുകൾ വന്ന് നമ്മുടെ ദേഹത്തോട്ട് ചാടുകയാണ്. അപ്പോൾ അത് കുറച്ച് ഡേഞ്ചറാണ്, പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ വരുന്ന സമയത്ത്. ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറേ കൂടി പേടിയുണ്ട് അതിന്. പക്ഷെ ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് അത് കുരങ്ങുകൾ. വെള്ളിയാങ്കരിയിൽ നമുക്ക് ശല്യമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ മലവിസർജനമാണ്. ഇവിടെ പക്ഷെ കുരങ്ങുകളാണ്. ഇവിടെ മലവിസർജനത്തിൻ്റെ ആ ഒരു സ്മെല്ല് പോലും ഇല്ല. സ്മെല്ല് പോയിട്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല. പക്ഷേ പ്ലാസ്റ്റിക് ഉണ്ട്, ഒബ്വിയസ്ലി അത് പ്ലാസ്റ്റിക് ഉണ്ട്. പക്ഷെ മലവിസർജനം ഇവിടെ നടത്തുന്നില്ല. അതിൻ്റെ ഒരു സ്മെല്ല് പോലും ഇല്ല. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം, ഇരിക്കാം, ആസ്വദിക്കാം. പക്ഷേ ഇതിൻ്റെ ആ ട്രെക്കിങ്ങിൻ്റെ ഒരു കാഠിന്യം ഉണ്ടല്ലോ, അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ട്രെക്കിങ്ങിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് വരണം. ഏറ്റവും ടോപ്പിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ പർവ്വതമലയുടെ ട്രെക്കിങ്ങിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ആ ഒരു കോടയുടെ കുറവുണ്ട് ഇവിടെ. കോടമഞ്ഞിലുള്ള കോട തീരെയില്ല ഇവിടെ, പക്ഷേ നല്ല കാറ്റുണ്ട് ധാരാളം. ഇതാണ് നമുക്ക് ഇറങ്ങി പോകേണ്ട വഴി. കയറി പോകേണ്ട വഴി കുറേ കൂടി ഡേഞ്ചറാണ്. ഇത് കുറേ കൂടി ഈസിയാണ് കേട്ടോ. ഇറങ്ങി പോകും, നല്ല സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ. കുത്തനെയുടെ ഇറക്കം എന്ന് അതൊഴിച്ചാൽ ഈസിയാണിത്.